ഹായ് ഗായ്സ്, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം UK പുതിയ നിയമങ്ങൾ എല്ലാവരെയും ഭയങ്കര ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ്. ആക്ച്വലി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എപ്പോഴും നിലനിൽക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. പിന്നെ കെയറർ വിസയുടെ കാര്യത്തിലാണ് ഭയങ്കര തിരിച്ചടിയായിപ്പോയി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ UK ആളുകളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അതൊരു ഭയങ്കര അടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് ഇനി വിസയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതിനുള്ള കാരണം നമ്മളൊക്കെ തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ. അവരിലെ ക്രൈം റേറ്റ് കൂടുതലാണ്. അവരുടെ നാട്ടിൽ ക്രൈം റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവരിവിടെ വരുമ്പോൾ അവർ ചെയ്യുന്ന ക്രൈംസും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്കൊരു ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരുന്നു അല്ലേ കേരളത്തിൽ മലയാളികൾക്ക്. അതേ ഫീലിങ്സ് ഒക്കെ തന്നെയാണ് എല്ലാ നാട്ടിലും അവർക്ക് ബാക്കിയുള്ളവർ മൈഗ്രൻസ് വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ടുള്ള നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാമെന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പക്ഷേ ഇപ്പോഴും അവർ നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈവൻ കെയർ വിസയുടെ കാര്യത്തിൽ പോലും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടിട്ടുള്ളൊരു മേഖലയാണ് കേരള മേഖല. അപ്പോൾ നാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങോട്ട് വരണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും നമുക്ക് കെയർ വിസ എടുക്കാം. അതിൽ അവർ വെച്ചിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ബാരിയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പോൺസർ ചെയ്യുന്ന കമ്പനി ഏതാണോ അവിടെ നമ്മൾ 3 മാസം വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കെയർ വർക്ക് ചെയ്യുന്നവരൊന്നും ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സുഖമായിട്ട് ഇപ്പോഴും വിസ കിട്ടും. 2028 ജൂലൈ 22 വരെ അവർക്ക് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ കെയറർ ആയാലും സീനിയർ കെയറർ ആയാലും വിസ കിട്ടും. അതിൽ വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അപ്പോൾ അത് ആക്ച്വലി ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ്. കാരണം നാട്ടിൽ നിന്നുള്ളതും അതുപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ ക്യാഷ് കൊടുത്തിട്ട് വിസ എടുക്കുന്ന, വേറെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ കെയർ വിസ എടുക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ കെയർ വിസയുടെ കാര്യത്തിൽ. പിന്നെ ബാക്കിയുള്ളതാണെങ്കിലും അവർ എന്താ പറയുക, എല്ലാവരും നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ രാജ്യത്ത് വരണം എന്നല്ലേ വിചാരിക്കുക. അത്രയേ ഉള്ളൂ ഇവരും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴും ജോലി കിട്ടാനുള്ള ചാൻസസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം എല്ലാം അങ്ങനെ കുട്ടിയടച്ചു എന്നൊന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ബുദ്ധിമുട്ടാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പോസിറ്റീവ് സൈഡ് ചിന്തിക്കുക. ഞാൻ ജസ്റ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതാണ്. നെഗറ്റീവ് സൈഡ് ഒരുപാടുണ്ട്. പലർക്കും വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോസിറ്റീവ് ഉണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇരിക്കുക. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.